യെസ്. അപ്പോൾ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത, പ്രത്യേകിച്ച് ഏർലിയർ സയന്റിസ്റ്റ് ഒക്കെ തന്നെ അതിനെ കണ്ടിരുന്നത് വെച്ചാൽ, ഏർലിയർ സയന്റിസ്റ്റുകൾ കുറെ കോമ്പൗണ്ടുകളെ, പ്രത്യേകിച്ച് പ്ലാന്റ്സിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന കോമ്പൗണ്ടുകളുടെ പ്രത്യേകത അവർ മനസ്സിലാക്കിയത് ഇറ്റ് ഹസ് ഫ്രാഗ്രന്റ് ഓർഡർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ കണ്ടപ്പോൾ ആ തരത്തിലുള്ള കോമ്പൗണ്ടുകളെ അവര് അരോമാറ്റിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിച്ചു. കാരണം അരോമ എന്ന് പറയുന്നത് ഫ്രാഗ്രന്റ് ഓർഡർ എന്നാണ് ലാറ്റിനിൽ അതിന്റെ മീനിങ് വരിക. അരോമ മീൻസ് ഫ്രാഗ്രന്റ് ഓർഡർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അരോമാറ്റിക് കോമ്പൗണ്ടുകൾ എന്ന് അതിനെ പേര് വന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡെവലപ്പ് ചെയ്തത്, കൂടുതൽ ഈ ബ്രാഞ്ചിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം ഡിസ്കവറി ഓഫ് ബെൻസീൻ ആണ്. മൈക്കൽ ഫാരഡേ ആണ് ബെൻസീൻ കണ്ടുപിടിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച മൈക്കൽ ഫാരഡേ തന്നെയാണ് ബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടും കണ്ടുപിടിച്ചിരിക്കുന്നത്. 1825 മൈക്കൽ ഫാരഡേ ഈ ബെൻസീൻ എന്ത് ചെയ്ത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹം പിന്നെ വെയിൽ ഓയിൽ നിന്നാണ് ബെൻസീൻ എക്സ്ട്രാക്ട് ചെയ്തത്. ഓക്കെ, അത് അന്ന് ഉപയോഗിച്ചിരുന്നത് ലണ്ടനിലെ ബിൽഡിങ്സ് ഒക്കെ ലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇല്ലുമിനേറ്റിംഗ് ഗ്യാസ് ആയിട്ട് ഉപയോഗിച്ചൊരു സാധനമാണ്. ഓക്കെ, ആ കാലം 1825 ലണ്ടൻ ബിൽഡിങ്സിലൊക്കെ തന്നെ ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ബെൻസീൻ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബെൻസീന്റെ പ്രത്യേകത വെച്ചാൽ ഇറ്റ് ഹാസ് ലോ ഹൈഡ്രജൻ ടു കാർബൺ റേഷ്യോ. ഹൈഡ്രജൻ കാർബൺ റേഷ്യോ കുറവാണ്. ബെൻസീന്റെ ഫോർമുല കണ്ടുപിടിക്കുന്നത് 1834 മിറ്റ്സർലിച്ച് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് 1834 ബെൻസീന്റെ ഫോർമുല C6H6 ആണെന്ന് ഡിസ്കവർ ചെയ്തിരുന്നത്. ഓക്കെ, ബെൻസീന്റെ പ്രത്യേകത ഒരു കണ്ടത് ഹൈഡ്രജൻ ടു കാർബൺ റേഷ്യോ എന്താണ്, വളരെ കുറവാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ 6 കാർബൺ ആറ്റം. ഓക്കെ, ഓർ മോസ്റ്റ് ഓഫ് ദി കോമ്പൗണ്ട്സ് കണ്ടെയ്ൻസ് ബെൻസീൻ റിംഗ്. അത് മാത്രമല്ല, പിന്നീട് അവര് മനസ്സിലാക്കിയ സംഗതി, നോട്ട് ഓൾ ദ അരോമാറ്റിക് കോമ്പൗണ്ട് ഹാസ് ഫ്രാഗ്രന്റ് ഓർഡർ. ഓക്കെ, പക്ഷെ എങ്കിലും ആ ഒരു ടൈപ്പ് കോമ്പൗണ്ടുകളെ അരോമാറ്റിക് കോമ്പൗണ്ടുകൾ തന്നെ വിളിച്ചു. പക്ഷെ എല്ലാ അരോമാറ്റിക് കോമ്പൗണ്ട് എന്തില്ല, ഫ്രാഗ്രന്റ് ഓർഡർ ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ അനിലി എന്ന് പറയുന്ന കോമ്പൗണ്ട് അല്ലെ, ഇതൊരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അനിലിന്റെ സ്മെൽ നമുക്കറിയാലോ, ഫിഷി ഓർഡർ. ഒരു അരോമയും ആർക്കില്ല, അനിലിനില്ല. അനിലിൻ ആസ് എ ഫിഷി ഓർഡർ. ഈവൻ ദോ ഇറ്റ് ഈസ് കോൾഡ് അരോമാറ്റിക് കോമ്പൗണ്ട്. അപ്പൊ അരോമ എന്നത് അങ്ങനെ ഫ്രാഗ്രന്റ് ഓർഡർ ഉള്ള മോളിക്യൂളിനെ വിളിക്കാനല്ല പിന്നീട് ഉപയോഗിച്ചത്. പിന്നീട് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കോമ്പൗണ്ടുകളെ, ക്ലാസ് ഓഫ് കോമ്പൗണ്ടുകളെ വിളിക്കാൻ വേണ്ടിയിട്ട് അരോമാറ്റിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുകയാണ് ചെയ്തത്. ബെൻസീന്റെ സ്ട്രക്ചർ ഒക്കെ നമുക്കറിയാം. ഇതൊക്കെയാണ് ബെൻസീന്റെ സ്ട്രക്ചർ. അതിലേക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വരാം. പിന്നെ ഈ ഒരു ഗ്രൂപ്പിനെ, അതായത് C6H5 എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഫിനൈൽ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ വിളിക്കുക. അതെങ്ങനെ വന്നു വെച്ചാല്, ബെൻസീനിന്റെ ആദ്യകാലത്തുള്ള പേര് ഫിനോ എന്നായിരുന്നു. ബെൻസീനെ ഫസ്റ്റ് ആദ്യം വിളിച്ചത് ഫിനോ എന്നായിരുന്നു ബെൻസീനെ വിളിച്ചിരുന്നത്. അങ്ങനെയാണ് ബെൻസീൻ ഈ റിങ് ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ C6H5 എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഫിനൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഫിനോയിൽ നിന്നാണ് ഫിനൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ നിന്നത്. പിന്നെ ഈ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാം അല്ലെ, ബെൻസീൻ റിങ്ങിന് മേലെ ഒരു CS2 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബെൻസൈൽ ഗ്രൂപ്പ് എന്നാ വിളിക്കുക. ബെൻസൈൽ ഗ്രൂപ്പ്. ഓക്കെ, പിന്നെ നോമൻക്ലേച്ചർ ആൻഡ് ഐസോമറിസം ആണ്. അതായത് ആലിഫാറ്റിക് കോമ്പൗണ്ടുകളെ പോലെ അരോമാറ്റിക് കോമ്പൗണ്ടുകളുടെ നെയിമിംഗ് സിസ്റ്റം അത്ര റിജിഡ് അല്ല, കുറച്ചൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കാരണം വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി കോമൺ നെയിംസ് that are used for this compound later become more famous, and they are used as their common name or their official name or IUPAC name. So the naming is not rigid. And first we are discussing the monosubstituted benzene. Okay, അപ്പോൾ അതില് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂൻസിന്റെ പേര് പ്രൊഫിക്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു,
ഫിക്സ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ ക്ലോറോബെൻസീൻ എന്ന് വിളിക്കുന്നു അല്ലെ. ക്ലോറോബെൻസീൻ ഇത് പറയേണ്ട ആവശ്യമില്ല. സയനോബെൻസീൻ, നൈട്രോബെൻസീൻ, ഈതൈൽ ബെൻസീൻ അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ അതിന് വിളിക്കും. ഓക്കെ. പിന്നെ ചില മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻസിന് ചില കോമൺ നെയിംസ് തന്നെ അതിന്റെ UPSC നെയിംസ് ആയിട്ട് പറയാറുണ്ട്. ഇപ്പൊ CH3 ബെൻസീൻ ഇങ്ങനെ വില വന്നാൽ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് ടൊളുയിൻ അല്ലെ. OH വരുമ്പോൾ നമ്മൾ അതിനെ ഫീനോൾ എന്ന് വിളിക്കുന്നു. NH2 വരുമ്പോൾ and that is called aniline. CHO ആണെങ്കിൽ we call it as benzaldehyde. COH ആണെങ്കിൽ it is benzoic acid. അല്ലേ? ഇതിന്റെ പേര് ആർക്കും പറയാൻ പറ്റുമോ? ബെൻസീൻ OCH3. ആരും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറയൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കൊരു ഇത് കിട്ടൂല. യെസ്, പറയൂ. ബെൻസീൻ ഇരിക്കുന്ന വില OCH3 എന്താ പറയാ? ആരെങ്കിലും ഒരാൾ പറയൂ. അനിസോൾ അല്ലേ സർ? യെസ്, ഇറ്റ് ഈസ് ആനിസോൾ. ഞാൻ അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള എനിക്കൊരു ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇടക്കിടക്ക് ഒന്ന് ഞാനങ്ങനെ ചോദ്യം ചോദിക്കും. ഇതെന്താ പറയാ? ബെൻസീൻ ഇങ്ങനെ വില CH ഡബിൾ ബോണ്ട് CH2. സ്റ്റൈറീൻ. യെസ്, ഗുഡ്. ഇറ്റ് ഈസ് സ്റ്റൈറീൻ അല്ലേ. ബെൻസീൻ ഇങ്ങനെ വില CN വന്നാലോ? സയനോബെൻസീൻ. സയനോബെൻസീന് അങ്ങനെ പറയാം. പക്ഷെ വേറൊരു പേരാണ് ബെൻസോനൈട്രിൽ. ബെൻസോനൈട്രിൽ അതെ, സയനോ ഗ്രൂപ്പിന് നൈട്രിൽ ഗ്രൂപ്പ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതിനെ ബെൻസോനൈട്രിൽ എന്ന് വിളിക്കും. ഓക്കെ. ഇനി ചില കേസിൽ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ പേര് അത്ര പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പൊ ഇങ്ങനെയുള്ള വലിയ ബൾക്കി സബ്സ്റ്റൻസ് ആണെങ്കിൽ then this benzene is treated as a substituent. Okay, and they're named as phenyl group. അപ്പൊ ഇതിന്റെ പേര് ഇപ്പോ ഇത് 1 2 3 4 5 6. അപ്പൊ ഇറ്റ് ഈസ് നെയ്മഡ് ആസ് 2-phenyl hexane. അങ്ങനെ പേര് കൊടുക്കാം. ഓക്കെ. ഇനി ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീന്റെ കേസിൽ പൊസിഷൻ ഐസോമറിസം പോസിബിൾ ആണ്. അതായത് ഇങ്ങനെ 1-2 പൊസിഷനിൽ വന്ന് നമ്മൾ അതിനെ ഓർത്തോ എന്ന് വിളിക്കും. അപ്പൊ ഇറ്റ് ഈസ് ഓർത്തോ ഡൈക്ലോറോബെൻസീൻ. നമുക്ക് പറയേണ്ട ആവശ്യം അറിയാം. ഇത് 1-3 മെറ്റ ഡൈക്ലോറോബെൻസീൻ എന്ന് വിളിക്കും. 1-4 പാരാ ഡൈക്ലോറോബെൻസീൻ എന്ന് വിളിക്കും. ഓക്കെ. ഇനി ഡൈ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീനിൽ ഡിഫറൻറ്റ് സബ്സ്റ്റിറ്റ്യൂൻസ് ആണെങ്കിൽ ദേ ആർ നെയ്മഡ് ഇൻ ആൽഫബറ്റിക് ഓർഡർ. ഇപ്പൊ NO2Cl വന്നു കഴിഞ്ഞാൽ Cl get number 1, 2 because Cl chloro is nitro. അപ്പൊ ഇറ്റ് ഈസ് 1 chloro 2 nitro ബെൻസീൻ. അതുപോലെ Br അയഡിൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 ബ്രോമോ. ബ്രോമോ ഫസ്റ്റ് വരും. ആൽഫബറ്റിക്കലി ഫസ്റ്റ് ബ്രോമോ ആണ്, പിന്നെ അയഡിനെ വരും. അപ്പൊ 1 ബ്രോമോ 3 അയഡോ ബെൻസീൻ. 1 ബ്രോമോ 3 അയഡോ ബെൻസീൻ. ഇങ്ങനെ 1-4 വരികയാണെങ്കിൽ ഇറ്റ് ഈസ് 1 ക്ലോറോ 4 ഈതൈൽ ബെൻസീൻ. 1 ക്ലോറോ ആണ് ഫസ്റ്റ് വരിക. 1 ക്ലോറോ 4 ഈതൈൽ ബെൻസീൻ. ഒറ്റ മിനിറ്റ്, ഞാൻ പീതർ ടീച്ചർ വിളിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യാണ്. ആ ടീച്ചറെ, ആ ഓക്കെ ഓക്കെ, ഞാൻ ക്ലാസ്സിലാണ് ടീച്ചറെ. പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ, യെസ്, ഓക്കെ. അപ്പോ പിന്നെ നമ്മളെന്താ പറഞ്ഞു വന്ന്, ഇവിടെ ചില കേസിൽ ഈ ചില സബ്സ്റ്റിറ്റ്യൂൻസിന്റെ പേര് ഇതിന്റെ പേര് തന്നെ ഇൻകോർപ്പറേറ്റഡ് ആണെങ്കിൽ ദാറ്റ് വിൽ ഗെറ്റ് ദി നമ്പർ 1 പൊസിഷൻ. ഇപ്പൊ ഇവിടെ COHCl ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് 4-chloro benzoic acid ഓർ പാരാക്ലോറോ ബെൻസോയിക് ആസിഡ്. ഇപ്പൊ OH NO2 വരാണെങ്കിൽ OH ഓൾറെഡി ഇൻകോർപ്പറേറ്റ് ഫിനോൾ എന്ന് പറയാം. അപ്പൊ ഇറ്റ് ഈസ് മെറ്റാ നൈട്രോഫിനോൾ. ഈ കേസ് നമ്മൾ ഇതിനെ മെറ്റാ നൈട്രോഫിനോൾ എന്ന് വിളിക്കും. ഇപ്പൊ NH2Br, NH2 എന്ന് പറഞ്ഞാൽ അനിലീൻ ഒരു കോമൺ നെയിമാണ്, UPSC ഫിക്സഡ് നെയിമാണ്. അപ്പൊ ഇറ്റ് ഈസ് 2 ബ്രോമോ ഓഫ് അനിലീൻ ഓർ ഓർത്തോ ബ്രോമോ അനിലീൻ. പറയേണ്ട ആവശ്യം അറിയാം. ചില കേസിൽ 2 സബ്സ്റ്റിറ്റ്യൂൻസിന്റെ പേരും കൂടി ഇൻകോർപ്പറേറ്റഡ് ആയിട്ട് ഒരു ഫുൾ ഒരു നെയിം ഉണ്ടാവും.
ഇതിന്റെ പേര് ആൾക്കാർ അറിയോ? ഇതിനെ വിളിക്കുന്ന പേര് CH3യും NH2 വന്നു. അപ്പൊ ആ കേസിൽ ആ കോമ്പൗണ്ടിന് എന്താ വിളിക്കാന്ന് അറിയോ ആരെങ്കിലും? അമിനോ ടൊളീൻ അങ്ങനെ അമിനോടൊളീൻ എന്നല്ല, ഇതിന് ടൊളുയിഡീൻ എന്ന് വിളിക്കുക. ടൊളുയിഡീൻ. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി ഓർത്തോടൊളുയിഡീൻ. ഓർത്തോടൊളുയിഡീൻ അതായത് അനിലീനും ടൊളുയിനും രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതാണ്. അപ്പൊ ടൊളുയിഡീൻ എന്ന് വിളിക്കുക. ടൊളുയിഡീൻ, ഓർത്തോടൊളുയിഡീൻ. ഓക്കെ, ഇതുപോലെ വന്നാൽ ഇപ്പൊ OH CH3 അതിനൊരു കോമൺ ആയിട്ട് ഒരു പേരുണ്ട്. എന്താ പറയുക, ആർക്കറിയാം? ക്രസോൾ അല്ലേ സർ? Yes, it is cresol. It is metacresol. ക്രസോളുകളാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിസിൻഫെക്ടൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളെ ഹാർപ്പിക്ക് അതുപോലെ സാധനത്തിലേക്ക് അധികം ക്രസോള് ടൈപ്പ് കോമ്പൗണ്ട് ഉണ്ടാവുക. ക്രസോൾ ഫിനോളിക് കോമ്പൗണ്ട് ആണ്. ആൻഡ് ഇറ്റ് ഈസ് 2 CH3 വന്നാലോ എന്താ വിളിക്കുക? സൈലീൻ. സൈലിൻ. ഇറ്റ് ഈസ് ആക്ച്വലി പാരാക്സൈലീൻ. എന്റെ പവർ പോയിന്റ് ചെറുങ്ങനെ ഹാങ് ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. യെസ്, ഇറ്റ് ഈസ് ഓക്കെ നൗ. ഇറ്റ് ഈസ് പാരാക്സൈലീൻ. പാരാക്സൈലീൻ. ഓർത്തോയിലാണെങ്കിൽ ഓർത്തോസൈലീൻ, മെറ്റയിലാണെങ്കിൽ മെറ്റാക്സൈലീൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീനിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഗിവൺ ടു ദി ലോവസ്റ്റ് നമ്പർ. പ്രയോറിറ്റി കൂടിയ ആൾക്കാണ് ലോവസ്റ്റ് നമ്പർ കൊടുക്കുക. ആൻഡ് ദി സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ ദെൻ ലിസ്റ്റഡ് ഇൻ ആൽഫബറ്റിക് ഓർഡർ. ഈ കേസിൽ ഇപ്പൊ NO2 Cl ഈഥൈൽ ഗ്രൂപ്പ്. അപ്പൊ NO2 ആണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പൊ 1 2 മറ്റൊരു നമ്പർ ചെയ്യുമ്പോൾ ലീസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ ഡയറക്ഷൻ നമ്പർ ചെയ്യാം. ഇത് 4. അപ്പൊ ഇതിന്റെ പേര് വരിക ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് ആരാ വരിക? ഈഥൈൽ ഫസ്റ്റ് വരും അല്ലെ. അപ്പൊ 4 ഈഥൈൽ, പിന്നെ ആരാ വരിക? 2 ക്ലോറോ, പിന്നെ 1 നൈട്രോ ബെൻസീൻ. 1 നൈട്രോ ബെൻസീൻ. ഇപ്പൊ BrICl ഓൾമോസ്റ്റ് സെയിം പ്രയോറിറ്റി ആണ്. അപ്പൊ ഈ കേസിൽ നമ്മൾ ലോവസ്റ്റ് സം റൂൾ, ലീസ്റ്റ് സം റൂൾ ഉപയോഗിച്ച് നമ്പർ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്പർ 1 കൊടുക്കും, നമ്പർ 2, ഇത് നമ്പർ 4. അപ്പൊ ഇത് പേര് വരെ ആൽഫബറ്റിക് ഓർഡറിൽ കൊടുക്കണം. അപ്പൊ 1 ബ്രോമോ, പിന്നെ ആരെ വരിക? 4 ക്ലോറോ, 2 അയഡോ ബെൻസീൻ. 2 അയഡോ ബെൻസീൻ അങ്ങനെ പേര് വരും. അതുപോലെ ബി കേസിൽ CH3 Cl NO2. ഓക്കെ, അപ്പോ ഇവിടെ ഒരു പ്രത്യേകത ഓൾറെഡി ഈ CH3ന്റെ പേര് ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള പേരാണ്, ടൊളീൻ ആണ്. അപ്പൊ ഇതിന് നമ്പർ 1 കൊടുക്കണം. അങ്ങനെ ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂൻസ് വരികയാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക. അപ്പൊ നമ്പർ 1 2 3. അപ്പൊ ഇറ്റ് ഈസ് ആക്ച്വലി 2 ക്ലോറോ 3 നൈട്രോ ടൊളീൻ എന്ന് വിളിക്കും. ഓക്കെ, 2 ക്ലോറോ 3 നൈട്രോ ടൊളീൻ. ഓക്കെ, അപ്പൊ അതാണ് നെയിമിംഗ് സിസ്റ്റം. അത്ര പ്രശ്നം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ബെൻസീൻ. ബെൻസീനിന്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യം അതിന്റെ ഏർലിയർ സ്റ്റഡീസ് ആണ്. ഇത് ഫോർമുല നേരത്തെ പറഞ്ഞു C6H6 ആണ്. ആൻഡ് ദാറ്റ് സജസ്റ്റ് എ ഹൈ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. കാരണം ഇതിന്റെ ഹൈഡ്രജൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ വെരി ലോ ആണ്, അൺസാച്ചുറേഷൻ വളരെ കൂടുതലാണ്. ബട്ട് ഇറ്റ് ഡോണ്ട് ഷോ ദി ടിപ്പിക്കൽ റിയാക്ടിവിറ്റി ഷോൺ ബൈ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അതിന്റെ ഫോർമുല C6H6 ആയതുകൊണ്ട് വി എക്സ്പെക്ട് എ ഹൈ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. ബട്ട് ആക്ച്വലി ഇറ്റ് ഡസ് നോട്ട് ഷോ ദി ടിപ്പിക്കൽ റിയാക്ടിവിറ്റി ഷോൺ ബൈ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. നമുക്കറിയാം ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ബോണ്ട് എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്ത് റിയാക്ഷൻ നടക്കുന്ന കോമ്പൗണ്ടുകളാണ്. പക്ഷെ ബെൻസീൻ അത്ര ഹൈലി റിയാക്റ്റീവ് അല്ല. ആൻഡ് അൺലൈക്ക് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്, ബെൻസീൻ ഷോസ് ഫ്യൂവർ റിയാക്ഷൻ ആൻഡ് ഇറ്റ് ഷോസ് റിമാർക്കബിൾ സ്റ്റെബിലിറ്റി. ഓക്കെ, എന്ന് പറഞ്ഞത്. അതുപോലെ ദി പ്രോമിനന്റ് റിയാക്ഷൻസ് ഓഫ് ബെൻസീൻ ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ rather than addition reaction. Unsaturated compoundsന്റെ മെയിൻ റിയാക്ഷൻ അഡീഷൻ റിയാക്ഷൻ ആണ്. ബട്ട് ബെൻസീൻ മോസ്റ്റ്ലി ഷോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അത് തന്നെ അത്ര ഫാസ്റ്റ് ഒന്നുമില്ല, വെരി സ്ലോ റിയാക്ഷൻ ആണ്. നീഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് വേണം, ടെമ്പറേച്ചർ വേണം ഒക്കെ നടക്കണമെങ്കിൽ.
Okay, and that were the earlier discussions. And first ബെൻസീൻ ഒരു സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യുന്ന കെക്കുലയാണ്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കെക്കുല സ്ട്രക്ചർ. ഈ വർഷം തന്നെ ഈ സെമസ്റ്ററിൽ തന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഓർഗാനിക്കിന്റെ ബേസിക് കൺസെപ്റ്റിൽ ചിലപ്പോൾ പഠിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കൊന്നുകൂടി പറയാം. ബെൻസീന്റെ സ്ട്രക്ചർ ഈ ഹെക്സഗണൽ റിംഗ് സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്ത് കെക്കുലയാണ്. അപ്പോ കെക്കുല പിന്നീട് പറഞ്ഞു ബെൻസീൻ ഈ രണ്ട് സ്ട്രക്ചറിന്റെ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞു. ഓക്കെ, കെക്കുല ഹിംസെൽഫ് സജസ്റ്റഡ് ദാറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റ് ദെയർ പൊസിഷൻ ടു yield two equivalent structure exist in equilibrium. ഈ രണ്ട് സ്ട്രക്ചറും പ്രപ്പോസ് ചെയ്തു. പക്ഷെ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നുമാണ് ബെൻസീന്റെ ആക്സൽ സ്ട്രക്ചർ എങ്കിൽ ബെൻസീനിൽ 3 ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കണം. അത് മാത്രമല്ല 3 ബോണ്ട് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടും 3 കാർബൺ കാർബൺ ഡബിൾ ബോണ്ടാണ്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഡിസ്റ്റൻസ് 1.54 ആങ്സ്ട്രോങ്ങും കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഡിസ്റ്റൻസ് 1.34 ആങ്സ്ട്രോങ് ആണ്. പക്ഷെ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് സ്റ്റഡീസ് കാണിക്കുന്ന വെച്ചാല് ബെൻസീനിലെ ഓൾ ദ ബോണ്ട്സ് ആർ ഐഡന്റിക്കൽ. ബെൻസീനിലെ ബോണ്ടുകളുടെ ഡിസ്റ്റൻസ് വരുന്നത് ബോണ്ട് ലെങ്ത് വരുന്നത് 1.39 ആങ്സ്ട്രോങ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഡിസ്റ്റൻസ് ഓഫ് 1.34 ആങ്സ്ട്രോങ് ആൻഡ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഡിസ്റ്റൻസ് ഓഫ് 1.54 ആങ്സ്ട്രോങ്. ഓക്കെ, അപ്പോൾ അത് കെക്കുല സ്ട്രക്ചറൽ ലിമിറ്റേഷൻസ് ആയിട്ട് വന്നു. അപ്പൊ അങ്ങനെയാണ് പിന്നീട് റെസണൻസ് കൺസെപ്റ്റ് വരുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് റെസണൻസ് കൺസെപ്റ്റ്. ബെൻസീൻ ആക്ച്വലി ഈസ് എ റെസണൻസ് ഹൈബ്രിഡ് ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ്. അതിൽ ഈ രണ്ട് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കാം കെക്കുല സ്ട്രക്ചർ എന്ന് വിളിക്കും അല്ലെ. ഇതിനെന്തിനു വിളിക്കല് ഈ സ്ട്രക്ചറിനെ? ഡിവാർ സ്ട്രക്ചർ. ഇതില് ഹൈലി കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ കെക്കുല സ്ട്രക്ചർ ആണ്. കെക്കുല സ്ട്രക്ചർ ആണ് മോർ കോൺട്രിബ്യൂട്ടിംഗ്, ലെസർ എനർജി സ്ട്രക്ചർ ആണ്. ഡിവാർ സ്ട്രക്ചർ ഹൈ എനർജി സ്ട്രക്ചർ ആണ്, ഇറ്റ് ഇസ് ലെസ് കോൺട്രിബ്യൂട്ടിംഗ്. ഓക്കെ, so benzene is actually a resonance hybrid of all these structures. Okay, kekule structure is highly contributing, Dewar structure feebly contributing, and the resonance lowers the energy of benzene. Okay, and the energy of the actual structure of benzene actually resonance concept nu paranjal none of these structure is the actual structure of benzene. These are only possible structure or canonical structures. Actual structure is an average or weighted average of all these structures. Okay, these structures are not real. This structure ondalla real alla. Real structure എന്ന് പറയുന്നത് ബെൻസീന്റെ സ്ട്രക്ചർ അത് നമുക്ക് കൃത്യമായിട്ട് ഒരു വരക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം അല്ലെ. ഇതിനൊക്കെ ഒരു ഹൈബ്രിഡ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ആക്സൽ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ വരക്കാം. ഇതിന്റെ എനർജി ഈ റെസണൻസിലെ ഏറ്റവും ലോവസ്റ്റ് എനർജിയുള്ള കെക്കുല സ്ട്രക്ചർ വരിക ലോവസ്റ്റ് എനർജി അതിനേക്കാളും കുറവായിരിക്കും. ആൻഡ് ദാറ്റ് എനർജി ഡിഫറൻസ് ഈസ് കോൾഡ് റെസണൻസ് എനർജി. And resonance energy of benzene is -150.5 kilojoule. എനിക്ക് തോന്നുന്നു നിങ്ങളത് റെസണൻസ് എനർജി കണ്ടുപിടിക്കുന്നത് മറ്റേ ചാപ്റ്ററിൽ പഠിച്ചിരിക്കും തോന്നുന്നത്. ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ വെച്ചിട്ട് ഓർക്കുന്നുണ്ടോ? റെസണൻസ് എനർജി ഓഫ് ബെൻസീൻ പഠിച്ചോർക്കുന്നുണ്ടോ? സർ അത് ബേസിക് കൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അജ്മൽ സർ പറഞ്ഞു തന്നിരുന്നു. നമ്മളെ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ വെച്ചിട്ടല്ലേ? അതെ, 3 ഡബിൾ ബോണ്ട് ഒക്കെ വെച്ചിട്ട്. അതെ. അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. റെസണൻസ് എനർജി ഓഫ് ബെൻസീൻ ഈസ് -150.5 kilojoule. That is the resonance energy of benzene. Okay, so thus resonance explains the unusual stability of benzene and observe the fact that all bonds are identical. Okay, and next is molecular orbital theory. Third theory of structure of benzene is molecular orbital theory. In molecular orbital theory, we know that all the carbon atoms are sp2 hybridized. Benzene എല്ലാ കാർബൺ എന്താണ് sp2 hybridized ആണ്. And each carbon has 3 sp2 orbital in trigonal planar shape and 1 unhybridized p orbital standing perpendicular to the above plane. And the 2 sp2 orbital form cc sigma bond with nearby carbon atoms, and the remaining one overlap with the 1s orbital of hydrogen and form a hexagonal ring. Like അതായത് ഇങ്ങനെ എല്ലാ കാർബണും തമ്മിൽ എന്ത് ചെയ്യും? പരസ്പരം കാർബൺ ആറ്റം ബോണ്ട് ചെയ്യും, അതേപോലെ ഹൈഡ്രജൻ ആറ്റം ബോണ്ട് ചെയ്തിട്ട് ഒരു ഹെക്സഗണൽ റിംഗ് ഫോം ചെയ്യുന്നു.
And there is an unhybridized p orbital on all the carbon atom. എല്ലാ കാർബൺ ആറ്റം ഉണ്ട് ഒരു unhybridized p orbital ഉണ്ട്. And these 6 mutually parallel unhybridized p orbital standing perpendicular to the plane collectively overlap and form pi electron cloud above and below the ring. അത് നെക്സ്റ്റ് സ്ലൈഡിൽ കാണിക്കാം. അതായത് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടില്ലേ, ഇത് എക്സ്റ്റേണൽ റിംഗ് ഫോം ചെയ്തു. അപ്പൊ ഇതൊക്കെ പൈ ഇലക്ട്രോൺ ക്ലൗഡ് ആണ്. സോറി, പൈ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ സ്റ്റാൻഡിങ് പെർപെൻഡിക്കുലർ ടു ദി റിംഗ്. റിംഗിന് പെർപെൻഡിക്കുലർ ആയിട്ട് 6 അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ. ഇത് പരസ്പരം ഓവർലാപ്പ് ചെയ്യും. ഇവിടെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. മേലത്തെ ലോബുകളും താഴത്തെ ലോബും എന്ത് ചെയ്യും, പരസ്പരം ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ ഒരു 6 പൈ ഇലക്ട്രോൺ ക്ലൗഡ്, ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഈ റിംഗിന്റെ മേലെയും താഴെയായിട്ട് ഫോം ചെയ്യും. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് എ മോളിക്കുലർ ഓർബിറ്റൽ തിയറി. And due to the pi electron delocalization, benzene is remarkably stable. Molecular orbital theory and stability explain എങ്ങനെയാണ്? Pi electrons delocalized ആണ്, and delocalization lowers the energy, and that energy is called delocalization energy, and that is similar to the resonance energy. Resonance energy, delocalization energy same തന്നെയാണ്. Since the pi electron delocalize, all the carbon-carbon bonds of benzene are same length, and that is intermediate between single bond length and double bond length. ഇനി അതിന്റെ മറ്റൊരു വേർഷൻ, മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ വേറെ വേർഷൻ പറഞ്ഞാൽ ഈ 6 പി ഓർബിറ്റൽസ്, അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് 6 മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യും. ഓക്കെ, ഇറ്റ് ഫോംസ് 6 മോളിക്കുലർ പൈ മോളിക്കുലർ ഓർബിറ്റൽ. ഈ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽസ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. 6 പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അതിൽ 3 are of lower energy and they are called bonding molecular orbital, and the other 3 has higher energy than the combining atomic orbital. It is called anti-bonding MO. അപ്പൊ അതിന്റെ ഒരു പിക്ചറൈസേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇത് psi1 ലോവസ്റ്റ് എനർജി, ഇത് psi2 ആൻഡ് psi3 സെയിം എനർജിയാണ്. ഇത് മൂന്നാണ് ബോണ്ടിങ്. ഇതാണ് എനർജി ഓഫ് ദി അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ, ആവറേജ് എനർജി അതിനേക്കാളും കുറവാണ്. പിന്നെ psi3 psi4 ആന്റി ബോണ്ടിങ് ആണ്. പിന്നെ psi6. ഓക്കെ, അപ്പൊ അതിന് ജസ്റ്റ് ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ എത്ര പൈ ഇലക്ട്രോൺസ് ഉള്ളത്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 6 ഇലക്ട്രോൺസ് 2 psi1 ഫില്ല് ചെയ്യും, 2 psi2, 2 psi3 ഫില്ല് ചെയ്യും. എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിൽ മാത്രമേ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നുള്ളൂ, ആന്റി ബോണ്ടിങ്ങിലേക്ക് പോകുന്നില്ല. ഓക്കെ, സോ ഇറ്റ് ഹാസ് എ ക്ലോസ്ലി ഫിൽഡ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, ആൻഡ് ദാറ്റ് സ്റ്റെബിലൈസസ് ദി ബെൻസീൻ. അപ്പോൾ ക്ലോസ്ലി ഫിൽഡ് ആയിട്ടുള്ള പിന്നെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ടാണ് ബെൻസീൻ ഉണ്ടാവുന്നത്, സ്റ്റേബിൾ ആകുന്നതാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയത്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതില് ഇനി ഈ ചാപ്റ്ററിലുള്ളത് മെക്കാനിസം ഓഫ് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ സ്ട്രക്ചറോ ഇതായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ട് ചോദിക്കും. സ്ട്രക്ചർ ഓഫ് ബെൻസീനുമായിട്ട് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയമുള്ളവർ ചോദിക്കൂ. ആർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളില്? സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. ആർക്കും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, നേരത്തെ പറഞ്ഞു ബെൻസീനിന്റെ പ്രധാനമായിട്ട് വരുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതായത് ബെൻസീൻ റിംഗിലുള്ള ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൽ പ്രധാനമായിട്ട് ബെൻസീൻ റിംഗ് ഒരു ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട് ആയതുകൊണ്ട് ബെൻസീനിൽ ആക്ച്വലി ദർ ഇസ് എ പൈ ഇലക്ട്രോൺ ക്ലൗഡ്. ഈ റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന റിംഗ് എന്താണ്? പൈ ഇലക്ട്രോൺ ക്ലൗഡാണ്. സോ ബെൻസീൻ ഇസ് എ ഹൈലി ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂന്റ് എപ്പോഴും ഒരു ഇലക്ട്രോഫൈൽ ആയിരിക്കും. നമ്മൾ E+ എഴുതിയാൽ ദാറ്റ് ഈസ് ആക്ച്വലി ആൻ ഇലക്ട്രോഫൈൽ. ആ ഇലക്ട്രോഫൈല് ബെൻസീൻ റിംഗിലുള്ള ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് വി ഗെറ്റ് ആൻ ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹിയർ. ഓക്കെ, പ്രധാനമായിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 5 നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഹാലജനേഷൻ ഉണ്ട്,
നൈട്രേഷൻ ഉണ്ട്, സൾഫോണേഷൻ ഉണ്ട്, ആൻഡ് ഫ്രെഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആൻഡ് ഫ്രെഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ. ഓക്കെ, നമ്മൾ ഓരോന്നിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ ജനറൽ മെക്കാനിസം ആണ് ആദ്യം പഠിക്കുന്നത്. ഇതെല്ലാ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂസ് റിയാക്ഷനും ഒരു കോമൺ മെക്കാനിസം ആണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ആണ്. നമ്മുടെ റിയേജന്റ് പോളറൈസ് ചെയ്തിട്ട് അയോണൈസ് ചെയ്തിട്ട് ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യും, പിന്നെ ഒരു ബേസ് ഫോം ചെയ്യും. ഇ സെഡ് എന്ന് പറയുന്നത് നമ്മളൊരു റിയേജന്റ്, അത് ഇ പ്ലസ് ആൻഡ് സെഡ് മൈനസ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഹാലജനേഷൻ ആണെങ്കിൽ ഇപ്പൊ BR2 അയോണൈസ് ചെയ്തിട്ട് BR പ്ലസും BR മൈനസും ഹാലജനേഷന്റെ കേസിൽ. ഇപ്പൊ നൈട്രേഷൻ ആണെങ്കിൽ ഇപ്പോൾ HNO3 ആണെങ്കിൽ അത് NO2 പ്ലസ് H2 ആയിട്ട് മാറും. ആ രീതിയിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എപ്പോഴും ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ആണ്. റിയേജന്റ് അയോണൈസസ് ടു ഫോം ദി ഇലക്ട്രോഫൈൽ. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ ഇലക്ട്രോഫൈൽ ഈ ബെൻസീനിൽ അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പോ ഇതിന്റെ പൈ ഇലക്ട്രോൺ ആയിട്ട് ബോണ്ട് ചെയ്തിട്ട് ഒരു പൈ കോംപ്ലക്സ് ആണ് ഫസ്റ്റ് ഫോം ചെയ്യുക, പൈ കോംപ്ലക്സ്. പക്ഷെ ആ പൈ കോംപ്ലക്സ് പിന്നീട് ഒരു സിഗ്മ കോംപ്ലക്സ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു കാർബോ കാറ്റയോൺ ആയിട്ട് മാറും. അതായത് ആദ്യം പിന്നെ ഇവിടെ ഉള്ളൊരു പൈ ബോണ്ട് ഉണ്ടല്ലോ, ഈ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഇതിങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഇ പ്ലസ് ഇവിടെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രോഫൈൽ എന്താ ചെയ്തത്? ഇവിടുന്ന് ഇലക്ട്രോൺ എടുത്തു, അല്ലെ? ഇലക്ട്രോൺ ഈസ് ടേക്കൺ ഫ്രം ദിസ് ബെൻസീൻ റിംഗ് ബൈ ദി ഇലക്ട്രോഫൈൽ. അപ്പൊ ഒരു സിഗ്മ ബോണ്ട് ഇവിടെ ഫോം ചെയ്തു. അതിന് സിഗ്മ കോംപ്ലക്സ് വിളിക്കുന്നത്. ഇതൊരു പൈ കോംപ്ലക്സ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായി, പക്ഷെ അത് ഓൺലി ട്രാൻസിയന്റ് എക്സിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് സിഗ്മ കോംപ്ലക്സ് ആയിട്ട് മാറും. ഇവിടെ പ്ലസ് ചാർജ് വരും. അപ്പൊ ഒരു കാർബോ കാറ്റയോൺ ആണ് ഫോം ചെയ്യുക. ആ കാർബോ കാറ്റയോൺ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ പൈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് വരും, പ്ലസ് ചാർജ് ഇവിടെ വരും. നെക്സ്റ്റ് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഡബിൾ ബോണ്ട് ആയി, ഇവിടെ പ്ലസ് ആയി. അങ്ങനെ റെസൊണൻസ് സ്റ്റെബിലൈസ് ചെയ്യും. അതിലെ ഹൈബ്രിഡ് ഇങ്ങനെ വരക്കാം. അതായത് ഈ ഇവിടുന്ന് ഇവിടം വരെ പോസിറ്റീവ് ചാർജ് ഡീലോക്കലൈസ്ഡ് ആണ്. അപ്പൊ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസിനെ പോസിറ്റീവ് ചാർജിനെ ഇങ്ങനെ കാണിക്കാം. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് അരീനിയം അയോൺ. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? അരീനിയം അയോൺ എന്ന് വിളിക്കുന്നത്. അരീനിയം അയോൺ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ബേസ് ഉണ്ടല്ലോ, സെറ്റ് മൈനസ് ഉണ്ടല്ലോ, അത് ഇവിടുന്ന് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യും. അതായത് ഈ പ്രോട്ടോണ് ഇലക്ട്രോൺ ഇവിടത്തേക്ക് കൊടുക്കും. അല്ലെ, ഈ ആരോയുടെ പ്രത്യേകത നിങ്ങൾ ബേസിക് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും ആരോ എങ്ങനെ ഇടാൻ പാടില്ല, ഇങ്ങനെ ഇടാൻ പാടില്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹൈഡ്രജൻ ഇലക്ട്രോണിനെ എടുത്തോണ്ട് പോയിന്നാ. അപ്പൊ H മൈനസ് ആണ് വരിക, ഇവിടെ പ്ലസ് ആ വരിക. ഇവിടെ പ്ലസ്, ഓൾറെഡി ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, പിന്നെ എങ്ങനെ കോമ്പൗണ്ട് ഫോം ചെയ്യാം? അപ്പൊ അങ്ങനെ എഴുതാൻ പാടില്ല. നമ്മൾ എഴുതേണ്ടത് ആരോ മാർക്ക് ഇട്ടാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. കാരണം ശരിക്കും ഇലക്ട്രോൺ ഉള്ളതായിരിക്കാം സെറ്റ് മൈനസ് ഉള്ളത്, ഇലക്ട്രോൺ ഉള്ളത്. ആ ഇലക്ട്രോൺ H പ്ലസിന് കൊടുക്കുന്നു. അങ്ങനെ ZH ഫോം ചെയ്യുന്നു. ഒരു എന്താണ് അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് റീഗെയിൻ ചെയ്യുന്നു, പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ദിസ് ഈസ് അവർ പ്രോഡക്റ്റ് ആൻഡ് ദാറ്റ് ഈസ് എ മെക്കാനിസം. അതിൽ നമുക്ക് ഒരു എക്സാമ്പിൾ മാത്രം ഇന്ന് ഡിസ്കസ് ചെയ്യാം. ബാക്കി നിങ്ങൾ സ്വയം പഠിച്ചാൽ മതി. കോമൺ മെക്കാനിസം ആയതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ഹാലജനേഷൻ നോക്കാം. ഹാലജനേഷനിൽ ബെൻസീൻ ഡയറക്ട്ലി റിയാക്ട് വിത്ത് ഹാലജൻസുമായിട്ട് ഡയറക്റ്റ് റിയാക്ട് ചെയ്യുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് FeCl3 ഓർ AlCl3. FeCl3 അല്ലെങ്കിൽ AlCl3 ഉപയോഗിക്കാം. ഓക്കെ, ഇൻ ഡാർക്ക്, ലൈറ്റിന്റെ പ്രസൻസ് ഒന്നും വേണ്ട. ഓക്കെ, റൂം ടെമ്പറേച്ചർ റിയാക്ട് ചെയ്യും. ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലോറോ ബെൻസിൻ ഫോം ചെയ്യും, HCl ഫോം ചെയ്യും. ബ്രോമിൻ ആണെങ്കിൽ FeBr3 യൂസ് ചെയ്യണം, ജസ്റ്റ് ഹീറ്റ് ചെയ്യാം. ബ്രോമോ ബെൻസിൻ HBr ഉണ്ടാവും. ഓക്കെ, ഹാലജനേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഫ്ലൂറിനേഷൻ വളരെ ഫാസ്റ്റ് റിയാക്ഷനാണ്. ആൻഡ് ദാറ്റ് റിക്വയർസ് സ്പെഷ്യൽ അപ്പാരറ്റസ്, നോട്ട് കൺട്രോളബിൾ. ഫ്ലൂറിനേഷൻ നമ്മൾ സാറ് നടത്താറില്ല. ഭയങ്കര സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മോണോ ഫ്ലൂറിനേഷൻ അല്ല, ട്രൈ ഫ്ലൂറിനേഷൻ ഒക്കെ നടക്കും. ട്രൈ അല്ല, ഹെക്സാ ഫ്ലൂറിനേഷൻ ഒക്കെ നടക്കും. ഭയങ്കര ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. അയോഡിനേഷൻ വളരെ സ്ലോ ആണ് ആൻഡ് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിഡൈസിങ് ഏജൻസ് ലൈക്ക് HiO3 or HNO3 ഫോർ ഓക്സിഡേറ്റീവ് ഡിസ്ട്രക്ഷൻ ഓഫ് HI. അതായത് ഇങ്ങനെയാണ് സംഭവം. അയോഡിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്.
അപ്പൊ ഈ HI വീണ്ടും ഇതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് റിയാക്ഷൻ നടക്കും. അപ്പൊ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ സാധാരണ അയഡിനേഷൻ നടത്തുമ്പോൾ HiO3 HNO3 ഓക്സിഡൈസിങ് ആസിഡ് ഉപയോഗിക്കും. അതിന് വെച്ചാല് ഈ HIനെ ഓക്സിഡൈസ് ചെയ്തിട്ട് I2 ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിന്റെ മെക്കാനിസം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. അപ്പൊ ഈ Br അല്ലെ ഇങ്ങനെ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം, ഈ Br ഇങ്ങോട്ട് വരുന്നു, ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നു. അപ്പോ FeBr അല്ലെ Br4 പ്ലസ് ആവും, സോറി Br പ്ലസ് FeBr4 മൈനസ് ആവും. ഓക്കെ, അതായത് ഈ ഇലക്ട്രോണ് ഇങ്ങോട്ട് കൊടുത്തു, Br പ്ലസ് FeBr3 മൈനസ് ആയി. പിന്നെ ഈ ബോണ്ട് എന്ത് ചെയ്യുന്നു? ഇത് കംപ്ലീറ്റ് ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോ ഇത് Br പ്ലസ് ആവും ഈ സാധനം. അപ്പൊ Br പ്ലസ് FeBr4 മൈനസ്. സെക്കൻഡ് സ്റ്റെപ്പില് Br പ്ലസ് ബെൻസീനായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോ ഇങ്ങനെ ആരോ മാർക്ക് ഇടാം. ഈ ബോർഡിൽ നിന്ന് ഇലക്ട്രോണിന്റെ Br പ്ലസ് എടുക്കുന്നു. അപ്പൊ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വരും, ഇവിടെ Br വരും. അപ്പൊ ഇത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. ഇത് ഇങ്ങോട്ട് പോയി പോസിറ്റീവ് ചാർജ് ഇവിടെ വന്നു, പിന്നെ ഇത് ഇങ്ങോട്ട് വന്നു, പോസിറ്റീവ് ചാർജ് ഇവിടെയായി. അപ്പൊ ഇത് റെസൊണൻസ് ഹൈബ്രിഡ് അരീനീയമായി. ലാസ്റ്റ് സ്റ്റെപ്പിൽ FeBr4 മൈനസ് ഈ H പ്ലസിനെ എന്ത് ചെയ്യുന്നു? അബ്സ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, then we get ബ്രോമോ ബെൻസീൻ HBr FeBr3. അപ്പൊ ഏകദേശം ഇതേപോലെ തന്നെയാണ് എല്ലാ റിയാക്ഷനും. ഓക്കെ, അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഞാൻ ഒന്ന് മാത്രമേ എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക. ഇതേപോലെ തന്നെയാണ് നൈട്രേഷൻ, സൾഫോണേഷൻ, ഫ്രെഡർ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആൻഡ് ഫ്രെഡർ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ. അത് നിങ്ങൾ വായിച്ചു പഠിക്കുക. ഇനി ഈ ചാപ്റ്ററിൽ ഇത് കഴിഞ്ഞ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി അങ്ങോട്ട് ഈ ചാപ്റ്ററിൽ ഉള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെ ഏകദേശം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ടുള്ളതാണ് പ്രത്യേകിച്ച് നാഫ്തലീൻ്റെ ഒക്കെ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഇന്നെടുത്ത ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിക്കൂ, എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കൂ.